ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും പുത്രൻ തമ്പുരാനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. പുത്രൻ തമ്പുരാൻ പ്രവാചകന്മാരേക്കാൾ ഉന്നതനാണ്, ദൂതന്മാരേക്കാൾ ഉന്നതനാണ്. പുത്രൻ തമ്പുരാൻ മനുഷ്യരുമായുള്ള ബന്ധത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ മശീഹ തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായിരുന്നു എന്നും അവൻ സ്വയം ബലിയായി തീർന്ന് ബലിയർപ്പിച്ച് സ്വയം തന്നെ ബലിയർപ്പിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്നു എന്നും ഏത് കഷ്ടതകളിലും ഏത് പ്രയാസങ്ങളിലും മനുഷ്യരായ നമ്മെ സഹായിക്കുവാൻ അവൻ ഓടിയെത്തുന്ന സഹായകനാണെന്നും, കാരണം പാപമൊഴികെ സകല ഭാവത്തിലും മനുഷ്യരോട് താതാത്മ്യപ്പെട്ട് ജീവിച്ച് നമ്മളുടെ വേദനകളും നമ്മളുടെ സകലവിധമായ പ്രയാസങ്ങളും തൻ്റെ മാംസരക്തങ്ങളിലൂടെ അനുഭവിച്ച് അറിഞ്ഞവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ നമ്മളുടെ സഹോദരനാണ്. അവൻ മോശയേക്കാൾ വലിയവനാണ്. അവൻ രക്ഷയുടെ അനുഭവം നമുക്ക് നൽകിയവനാണ്. ആ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കി ആ രക്ഷയുടെ ഭവനത്തിലേക്ക് നമ്മെ വിളിച്ച് ചേർത്തവനാണ് എന്ന് കഴിഞ്ഞ വേദഭാഗങ്ങളിലൂടെയൊക്കെയും നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെ 95 സങ്കീർത്തനത്തിൻ്റെ ആദ്യ പകുതിയിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ വീഴ്ചയെപ്പറ്റിയും അതുപോലെ നമ്മളുടെ ജീവിതം കഠിനപ്പെടരുതെന്നും നമ്മളുടെ ജീവിതം വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകുന്നവരും സ്വയം വഞ്ചിക്കുന്നവരും കഠിന ഹൃദയമുള്ളവരും പാപത്തിൻ്റെ ചതിയിൽ അകപ്പെട്ടു പോകുന്നവരും വിശ്വാസം വ്യതിചലിച്ചു പോകുന്നവരും ആയിത്തീരരുത് എന്ന്, അങ്ങനെ ആയിത്തീർന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ എങ്ങനെ വീണുപോയോ അതുപോലെ നമ്മളും വീണുപോകും, നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോകുമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയും ആ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആത്മീകമായ വർധനവോടുകൂടെ ക്രിസ്തുവിനെ മുറുകെ പറ്റി ജീവിക്കുവാൻ തക്കവണ്ണം പൗലോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്തതായ വേദവാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്ന് അല്പസമയത്തെ തിരുവചന പഠനത്തിനായിട്ട് നാം ചിന്തിക്കുന്നതായ വേദഭാഗം 3-ാമത്തെ അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 14 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ വേദചിന്തകളിലൂടെ പഠനത്തിലൂടെ നമ്മൾ പ്രവേശിച്ചതാണ്. ഇന്ന് അതിന് തുടർച്ചയായി 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധയോടുകൂടെ ധ്യാനത്തോടുകൂടെ നമുക്കൊന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം, 3-ാം അധ്യായം 15 മുതൽ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുതെന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ടവനെ പ്രകോപിപ്പിച്ചത്? മിസ്രൈമിൽ നിന്ന് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ പോന്നവർ എല്ലാവരുമല്ലയോ? അവൻ 40 വർഷം ആരോടാണ് കോപിച്ചത്? പാപം ചെയ്തതിനാൽ തങ്ങളുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയവരോടല്ലയോ? തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് സത്യം ചെയ്തത് അനുസരണം കെട്ടവരോടല്ലാതെ മറ്റാരോടാണ്? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇസ്രായേൽ മക്കളുടെ വീഴ്ചയെക്കുറിച്ചാണ് ഈ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. എന്തിനാണ് ഈ വേദവാക്യങ്ങൾ, 95-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണികൾ പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ 15 മുതൽ 18 വരെയുള്ള അല്ലെങ്കിൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ആവർത്തിച്ച് ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ആ ഇസ്രായേൽ മക്കളെ പോലെ നമ്മൾ വീണു പോകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും, അങ്ങനെ വീണു പോകുകയാണെങ്കിൽ ആ ദൈവികമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി നമ്മൾ വിളിക്ക് അനുയോജ്യരായി പ്രവർത്തിച്ചില്ല, ജീവിച്ചില്ല എങ്കിൽ ആ സ്വർഗീയമായ ഭവനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ വീണുപോകും. ഞാനും അങ്ങനെ മരുഭൂമിയിൽ വീണുപോയ ഇസ്രായേൽ മക്കളെപ്പോലെ ആകുമെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയും ഒരു പുതുക്ക ജീവിതത്തിലേക്ക് സ്വയം പരിശോധനയുടെ അനുഭവത്തിലൂടെ
വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്ന വേദവാക്യങ്ങളാണ് 3:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവേ, ആ സ്വർഗീയമായ വിളിയിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ. അതിനായിട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, അവിടുത്തെ സ്വർഗീയമായ വിളിക്ക് നീ ഞങ്ങളെ യോഗ്യരാക്കുകയും സ്വർഗീയ ദൈവ വിളിക്ക് ഞങ്ങളെ നീ വിളിച്ചു ചേർക്കുകയും വിശുദ്ധ സഹോദരന്മാർ എന്നുള്ള പദവി ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്തു. ഇസ്രായേൽ മക്കൾ പലപ്പോഴും ആ സ്വർഗീയമായ വിളിക്ക് അനുയോജ്യരാകാതെ തങ്ങളുടെ ദുഷ്ടപ്രവൃത്തികളാൽ വീണുപോയി ദൈവികമായ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ വീണുപോയതുപോലെ, കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോയതുപോലെ, ദൈവമേ, ആ സ്വർഗീയമായ സ്വസ്ഥതയിൽ നിന്ന് ഞങ്ങൾ വീണുപോകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾ കഠിന ഹൃദയമുള്ളവരാകരുതേ. സ്വയം വഞ്ചിക്കുന്നവരും ചതിക്കുന്നവരുമാകരുതേ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണം ദുഷ്ടഹൃദയം ഞങ്ങൾക്കുണ്ടാകരുതേ. പിന്നെയോ വിശ്വാസത്തിൽ ദൈവസ്ഥൽ ഞങ്ങളെ തന്നെ നിഷ്കളങ്കതയോടും നീതിയോടും വിശ്വാസത്തോടും കൂടെ സമർപ്പിക്കപ്പെട്ട് ദൈവഭവനത്തിൻ്റെ ഓഹരിക്ക് അർഹരായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധനെ പൗലോസ്ലീഹ ഈ വചനങ്ങളുടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായ ദൈവ ദൂതുകളും ദൈവത്തിൻ്റെ ആലോചനകളും ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഫുടം ചെയ്ത് വളരുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 95 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് 3-ാമത്തെ അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ വ്യക്തമായി പറയുന്ന കാര്യം 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചാൽ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കരുത്. ഇതാണ് പൗലോസ്ലീഹ 3:15 നമ്മെ കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. വിശ്വാസം വിട്ടുകളഞ്ഞ ഇസ്രായേൽ മക്കളെ പറ്റി 95 സങ്കീർത്തനത്തിലും എബ്രായ ലേഖനം 3-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടുകയാണ്. വിശ്വാസത്തിൽ നിന്ന് വീണുപോയ ഇസ്രായേൽ മക്കൾക്കുണ്ടായ ദാരുണമായ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തോട് പിറുപിറുക്കുന്നതായ ഇസ്രായേൽ മക്കൾ, കലഹിക്കുന്നതായ ഇസ്രായേൽ മക്കൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവിശ്വസ്തരാകുന്ന ഇസ്രായേൽ മക്കൾ, അങ്ങനെ ഹൃദയം കഠിനമായി പോകുന്ന, മനസ്സലിവില്ലാത്ത, കുറ്റബോധമില്ലാത്ത, പാപബോധമില്ലാത്ത, അനുതാപമില്ലാത്ത അനുഭവത്തിലൂടെ ഹൃദയം കഠിനപ്പെട്ടു പോയ ഇസ്രായേൽ മക്കൾ. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ തൻ്റെ ക്രൂശീകരണത്തിൻ്റെതായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ സിയോൻ പുത്രിമാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. വീണ്ടും വിളിച്ചു പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മാർവിൽ ചേർക്കുന്നത് പോലെ എത്രയോ പ്രാവശ്യം ഞാൻ നിന്നെ ചേർത്തുകൊള്ളുവാൻ ആഗ്രഹിച്ചു, പക്ഷേ നിനക്ക് മനസ്സായില്ല. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുന്നത് പോലെ എത്രയോ പ്രാവശ്യം നിന്നെ ചേർത്തുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നീ എന്നെ മറുതലിച്ച് നീ അകന്നുപോയി. ആ ബന്ധം നീ വേർപെടുത്തി. നിന്നെ സ്നേഹിച്ച് നിന്നെ വഴി നടത്തി നിന്നോടൊപ്പം നിനക്ക് വേണ്ടി നടന്ന എന്നെ നീ ഉപേക്ഷിച്ച് കളഞ്ഞു. നിനക്കെന്തെല്ലാം വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ നീ നിലവിളിച്ചു.
ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയപ്പോൾ പാട്ടുകാരൻ പാടുന്ന പോലെ ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിയിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. നിൻ്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും നിന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരുന്ന അവസരങ്ങളിൽ ഞാൻ നിന്നെ സഹായിച്ചില്ലേ? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മാർവിൽ ചേർക്കുന്നതുപോലെ എത്രയോ പ്രാവശ്യം നിന്നെ ചേർത്തുകൊള്ളാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കും തോറും നീ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ നിന്നെ തേടി വന്നപ്പോഴും നീ എന്നിൽ നിന്ന് ഓടി മാറി. ഞാൻ നിനക്ക് വേണ്ടി നടന്നു. നിൻ്റെ കഷ്ടതകളിലും പ്രയാസത്തിലുമെല്ലാം ഞാൻ നിന്നോട് ചേർന്നു. പക്ഷേ നീ അപ്പോഴും മറ്റെന്തോ തേടി നീ ഓടിയകന്നു. ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും വഴി നടത്തിയിട്ട് എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. ചെങ്കടലിൽ നീ വീണ് മുങ്ങിത്താഴാനൊരു അവസരമുണ്ടായിരുന്നു. പിറകിൽ ഫറവോൻ്റെ സൈന്യത്തിൻ്റെ രഥങ്ങളുടെ കുളമ്പടി ശബ്ദം നിൻ്റെ ചെവികളിലേക്ക് എത്തിയപ്പോൾ നീ നിലവിളിച്ചു, അയ്യോ, ഞങ്ങളെ കൊല്ലുവാനായിട്ട് ഫറവോൻ്റെ സൈന്യം വരുന്നു. ആ കുതിരകളുടെ കുളമ്പടി ശബ്ദം ഞങ്ങളുടെ കാതിൽ പതിഞ്ഞപ്പോൾ നിങ്ങൾ ആർത്ത് നിലവിളിച്ചു. മുന്നോട്ട് നോക്കിയപ്പോൾ അവിടെ ചെങ്കടൽ, ഇരമ്പുന്ന ചെങ്കടൽ, തങ്ങളെക്കാൾ ഉയരത്തിൽ വരുന്ന തിരമാലകൾ. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? നിലവിളിച്ചു. നിൻ്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം അത്ഭുതകരമായി ചെങ്കടലിൻ്റെ മധ്യേ പൂമണൽ മെത്ത വിരിച്ച് നിന്നെ വഴി നടത്തിയത് നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് വിശന്നപ്പോൾ നീ നിലവിളിച്ചില്ലേ? ദൈവം നിനക്ക് ആഹാരം നൽകി. ദാഹിച്ചപ്പോൾ നിനക്ക് വെള്ളം നൽകി. ആ വെള്ളത്തിനൊരല്പം കയ്പുണ്ടായതിനൊക്കെ നീ ദൈവത്തോട് പിറുപിറുത്തു. അപ്പോഴും ദൈവം മാറായി നിനക്ക് മധുരമാക്കി തന്നു. ഇത്രയേത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നിന്നെ വഴി നടത്തിയത്. എന്നിട്ടും എന്തേ നിൻ്റെ ഹൃദയം കഠിനമായി പോയത്? അത് പിശാചല്ലേ, സാത്താനല്ലേ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്? അതുകൊണ്ടാണ് നീ ദൈവത്തോട് അടുത്ത് വരാത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, ഇന്നും അനുദിന ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കുടുംബത്തിലും എത്രമാത്രം വേദന അനുഭവിച്ച് കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തി, അമ്മമാർ തങ്ങളുടെ രക്തം തന്നെ മുലപ്പാലാക്കി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തി, അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി അമ്മ എത്രയോ പ്രാവശ്യം അവരുടെ വസ്ത്രം മുറുക്കിക്കെട്ടി വിശപ്പറിയാതെ വയറ് ഞെരുങ്ങി അവർ ജീവിച്ചു. തങ്ങൾക്ക് അനുഭവിക്കാവുന്ന സന്തോഷങ്ങളും സൗകര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കടമെടുത്തും പ്രാരാബ്ധങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി. എന്നാൽ അവരിന്ന് അമ്മയെപ്പോലെ വളർന്നു. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ആവശ്യമില്ലാതെ വന്നു. മാതാപിതാക്കളെ വേണ്ട. തങ്ങൾക്ക് ചിറക് മുളച്ചപ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവർ പാറിപ്പറന്ന് നടക്കുകയാണ്. മാതാവിനോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങിയ, മാതാവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ, ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ, കൊല്ലിയാനടിക്കുമ്പോൾ, ഒരു ചെറിയ ഇടി വെട്ടുമ്പോൾ അമ്മയുടെ മാറോട് പറ്റിപ്പിടിച്ച് കിടന്ന ഈ കുഞ്ഞ് ചിറക് മുളച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ സാന്നിധ്യം കൊത്തി അകറ്റി പറന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ കാലഘട്ടമല്ലേ ഇന്ന്? എന്തേ ആ മാതൃസ്നേഹം തിരിച്ചറിയാത്തത്? എൻ്റെ ആ പിതാവിൻ്റെ കരുതൽ തിരിച്ചറിയാത്തത്? പലപ്പോഴും തൻ്റെ സ്വാർത്ഥതയുടെയും തൻ്റെ ആഗ്രഹങ്ങളുടെ നെരിപ്പോടുകളിലേക്കും ഈയാമ്പാറ്റകളെ പോലെ പറക്കുന്നവരാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അല്പം തീ കാണുമ്പോൾ ചിറകുകൾ മുളച്ച ഈയലുകൾ ഉയർന്ന് പറങ്ങിപ്പൊങ്ങും. ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ട് സാധിക്കും,
ഞങ്ങൾക്ക് മനോഹരമായ ചിറകുകളുണ്ട്, ഞങ്ങൾ പാറിപ്പറക്കുമെന്ന് അവർ സന്തോഷിച്ച് അവർ ലോകത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറക്കും. പക്ഷേ തീയുടെ ആഴം തട്ടുമ്പോൾ, ആ തീയുടെ ആഴത്തിലേക്ക് ഒരല്പ ലാഞ്ചന വരുമ്പോൾ ചിറകുകളറ്റ് അവിടെ വീണ് കരിഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന ജീവിതങ്ങളായിട്ട് ഇന്ന് ആധുനിക തലമുറകൾ മാറ്റപ്പെടുന്നില്ലേ? അത് ദൂരെയൊന്നുമല്ല, എൻ്റെ ഭവനത്തിൽ തന്നെ ഇല്ലേ? തങ്ങളുടെ സ്വാർത്ഥതയുടെ അനന്തവിഹായുസിലേക്ക് പറന്നുയരുവാനായിട്ട് വെമ്പൽ കൊണ്ട് പാറിപ്പറക്കുന്ന ചെറു ജീവിതങ്ങൾ ചിറകറ്റു വീഴുന്ന കഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ, ഉറ്റവരെ, ഉടയവരെ, ഗുരുക്കന്മാരെയൊക്കെ ത്യജിച്ചുകൊണ്ട് പറന്നകലുന്ന, തങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ജീവിതത്തിനു വേണ്ടി അങ്ങനെ ലോകത്ത് നുരഞ്ഞു പൊങ്ങുന്ന ആ പതഞ്ഞ ജീവിതത്തിലേക്ക്, കുമിളകളുടെ അനുഭവത്തിലേക്ക് പാറിപ്പറക്കുന്ന കുഞ്ഞുങ്ങൾ ഈയാമ്പാറ്റകളെ പോലെ ചിറകറ്റ് വീണ് കരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. ഇത് തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്ത് പരാജയമാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ടാണ് ഈ 16-ാമത്തെ വാക്യം മുതൽ എബ്രായ ലേഖന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാകുന്നു: ആരാകുന്നു കേട്ടിട്ട് അവനെ പ്രകോപിപ്പിച്ചത്? മിസ്രയീമിൽ നിന്ന് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്നവർ എല്ലാവരുമല്ലയോ? ആരാണ് ദൈവത്തെ പ്രകോപിപ്പിച്ചത്? ഇസ്രായേലിൽ നിന്ന് മോശ വിടുവിച്ചു കൊണ്ടുവന്നവരല്ലേ അവനെ പ്രകോപിപ്പിച്ചത്? അവൻ 40 വർഷം ആരോടാണ് കോപിച്ചത്? പാപം ചെയ്തതിനാൽ തങ്ങളുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയവരോടല്ലയോ? തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് സത്യം ചെയ്തത് അനുസരണം കെട്ടവരോടല്ലാതെ മറ്റാരോടാണ്? 2-3 ചോദ്യങ്ങളാണ് എബ്രായ ലേഖന കർത്താവ് ചോദിക്കുന്നത്.